നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് സെക്യൂരിറ്റിക്കാരനാവുന്ന പൈലിയുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ആകെപ്പാടെ വല്ലാത്തൊരു അന്താളിപ്പായി പോയി സുധി ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. ഒരു ദിവസം രാവിലെ 10-20 ഇഡ്ഡലി, അല്ലെങ്കിൽ 5-6 കുറ്റി പുട്ട്, ഇതൊക്കെ എങ്ങനെ ഒരാൾ തിന്നും? 10-20 മുട്ട, ദൈവമേ, കണ്ണ് തള്ളി പോവാണ്. പക്ഷെ ഇനിയിപ്പം ഇയാള് നല്ല സ്ട്രോങ് ആണെന്ന് തോന്നുന്നത്. ഇയാളെ പോലുള്ള ഒരുത്തനെയാണ് തനിക്ക് വേണ്ടത്. ഒടുവില് ശ്രുതി പറഞ്ഞു, ഫുഡിന്റെ കാര്യം എന്താണെങ്കിലും ആട്ടെ, എനിക്ക് തോന്നി ഇയാൾ നല്ലവനാന്നാ തോന്നിയെന്ന് പറഞ്ഞു. അല്ല, ശ്രുതി ആഗ്രഹിക്കുന്ന ഇതുപോലെയുള്ള ഒരാളല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രുതി ആരോട് ചോദിച്ചു, അല്ല ഇത്രയും ആഹാരമൊക്കെ രാവിലെ താൻ കഴിച്ചിട്ട് തനിക്ക് ഇതെന്താവാനാന്ന് ചോദിച്ചു. ഇത് കേട്ട് ഞാൻ പൈലി ചോദിച്ചു, എന്താവാനോ? അതെന്താ സാറേ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇത്ര ആഹാരമൊക്കെ ഒരാൾ രാവിലെ കഴിക്കുമെന്ന് ചോദിച്ചു. പിന്നല്ലാതെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എനിക്ക് നല്ല ആഹാരം തന്നെ വേണമെന്ന് പറയാണ്. അതുകൊണ്ടല്ലേ എന്റെ ആരോഗ്യം ഇങ്ങനെ ഇരിക്കുന്നത്. സാറിന് വല്ല സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു. അത് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് സുധിയെ എടുത്ത് പൊക്കി വട്ടം കറക്കുവാണ്. സുധി അയ്യോ എന്നെ താഴെ വിടുമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. സുധി അമ്പരന്ന് പോവാണ്. അങ്ങനെ ഒടുവിലെ സുധിയെ താഴെ നിർത്തി. അപ്പോഴേക്കും പൈലി വെച്ച്, എങ്ങനെയുണ്ട് എന്റെ പ്രകടനം? ഇതുപോലെ ഇവിടേക്ക് ആരെങ്കിലും വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവന്മാരെയൊക്കെ ഞാൻ തൂക്കിയെടുത്തെറിയും. ഇപ്പൊ സാറിന് വിശ്വാസം വന്നില്ലേ എന്റെ ആരോഗ്യത്തില് ഞാൻ എന്താ ഏതാ എങ്ങനെയാന്ന്? അത് കേട്ട് കഴിഞ്ഞപ്പോ സുധി പറഞ്ഞു, ശരി, സമ്മതിച്ചു. അപ്പൊ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണല്ലോ? അതെ, എനിക്ക് ഓക്കെ ആന്ന് പറയണ. അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും ശ്രുതിയോട് പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കൂടുതലല്ലേന്ന് ചോദിച്ചു. കൂടുതലോ? അല്ല, അയാൾക്ക് നമ്മൾ ഫുഡ് കൊടുത്ത് മുതലാകത്തില്ലോ. ഇത്ര ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കൊടുക്കാനാന്ന് ചോദിച്ചു. അതെ, കാര്യം നടക്കണമെങ്കിൽ ഇപ്പൊ കൊടുത്തല്ലേ മതിയാവുള്ളൂ. ശ്രുതിയല്ലേ പറഞ്ഞ ശ്രുതിക്ക് ഭീഷണിയുണ്ട്, സെക്യൂരിറ്റി വേണമെന്നൊക്കെ. വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് അയാളെ പറഞ്ഞു വിട്ടാക്കാന്ന് പറഞ്ഞു. അത് ശരിയാകത്തില്ല, എനിക്ക് സെക്യൂരിറ്റിക്കാരൻ വേണമെന്നൊക്കെ ശ്രുതി നിർബന്ധം പറഞ്ഞു. അതേ സമയത്ത് വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു ലക്ഷ്മിയമ്മ. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ രേവതിക്ക് ആക്സിഡന്റ് സംഭവിച്ചിരിക്കുക, ആന്റണി കാരണം. ദൈവമേ, എന്റെ മോൾക്ക് രാവത്ത് സംഭവിക്കില്ലെന്നൊക്കെ പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഒരുങ്ങണ സമയത്താണ് ശരത്തിന്റെ വരവ്. ശരത്ത് വന്നിരിച്ചു, അല്ലമ്മേ, അമ്മ ഇത് എങ്ങോട്ടേക്കാന്ന് ചോദിക്കുക. എടാ, എങ്ങോട്ടേക്കാന്ന് നിനക്ക് അറിയത്തില്ലല്ലേ? ഞാൻ ഹോസ്പിറ്റലിലേക്കാ. ഹോസ്പിറ്റലാ? ആരമ്മേ ഹോസ്പിറ്റലില്? എല്ലാത്തിനും കാരണം നീ ഒറ്റ കാരണം രേവതി ഹോസ്പിറ്റലിൽ അയക്കുന്നേ. ഞാനോ? അതിന് ഞാൻ എന്ത് തെറ്റിയെന്നാ? നീ ഒരു തെറ്റും ചെയ്തില്ലല്ലേ? എത്രയോ വട്ടം ഞാൻ പറഞ്ഞു, ദേവു പറഞ്ഞു, രേവതിയൊക്കെ പറഞ്ഞു നിന്നോട് ആ ആന്റണിയോടൊപ്പം ഉള്ള കൂട്ടുകെട്ട് മതിയാക്കാനായിട്ട്. എന്നിട്ട് നീ കേട്ടോ? ഇപ്പം എന്റെ മോളെ നീ കൊലയ്ക്ക് കൊടുക്കാൻ സമ്മതിക്കില്ലല്ലേ? ആദ്യം നിന്റെ അച്ഛൻ, ഇപ്പൊ രേവതിക്ക് ആക്സിഡന്റ്, ഇനിയിപ്പൊ എന്നെ ദേവുവിനും കൂടെ കൊന്നു നിന്നാലേ നിനക്ക് സമാധാനം ആവുള്ളല്ലേന്ന് ചോദിച്ചു. അമ്മ ഇത് എന്ത് വർത്താനാ പറയണേ? എനിക്ക് കാര്യം എന്താന്ന് വെച്ചാൽ മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായില്ലല്ലേ? നിന്നെ മനസ്സിലാക്കി തരാടാ. രേവതി ആന്റിന്റെ അടുത്ത് എന്നിട്ടുണ്ടായിരുന്നു. അവൻ രേവതിയെ പിടിച്ച് തള്ളി. അവളിപ്പോ ഹോസ്പിറ്റലാണ്, സ്കാൻ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി വിളിച്ചിട്ടുണ്ട്. എന്റെ മോൾക്ക് എന്തേലും സംഭവിച്ചാണ്ടല്ലോ ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ശരത്ത് പറഞ്ഞു, അമ്മേ, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. നിനക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. എടാ, എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഞങ്ങളെയും കൂടെ അങ്ങോട്ട് കൊന്നേക്കണം. പിന്നെ നിന്റെ അമ്മയാ അല്ലെങ്കിൽ നിന്റെ പെങ്ങളാന്നും പറഞ്ഞുകൊണ്ട് ദേവു ഇവിടെ കാണത്തില്ല. എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കേറത്തില്ല. അറിയാത്ത പിള്ളേക്ക് ചൊറിയും പറയൂന്ന് പറഞ്ഞ പോലെ. എടാ, നീ എത്ര നാളെടാ അവന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണേ? അവന് ഓരോന്നൊക്കെ ചെയ്തു കൂട്ടും. ഞങ്ങളൊക്കെ എത്രയോ വട്ടം പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് ലക്ഷ്മിയമ്മ കുറെ ചീത്ത പറയാണ് ശരത്തിനെ. എന്താണെങ്കിലും എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശരത്തിന് ആകെപ്പാടാ ദേഷ്യവും സങ്കടമായി. ആന്റിയെ തന്റെ ചേച്ചി ഉപദ്രവിച്ചെന്ന് പറഞ്ഞ പിന്നെ ശരത്തിന് സഹിക്കാൻ പറ്റുമോ? ഒന്നുമല്ലേലും സ്വന്തം ചോരയാണല്ലോ. അങ്ങനെ നേരെ എന്ത് ചെയ്യുവാണ്, ആന്റണിയെ കാണാനായിട്ട് ആന്റണിയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ശരത്ത് ആന്റണിയുടെ അടുത്തേക്ക് എല്ലുവാണ്. ആ സമയത്ത് ആന്റണിയുടെ കൂടെ ഉണ്ടാവുന്നവര് പറഞ്ഞു, ദേ അവൻ വരുന്നുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും വല്ലാത്തൊരവസ്ഥയായപ്പോ ആന്റണിക്ക്. കാരണം ആന്റണിക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആന്റണിയുടെ കൂടെയുള്ളവന്മാര് പറഞ്ഞു, കണ്ടില്ലേ ആന്റണി ചേട്ടന്റെ അവസ്ഥ കണ്ടോ? ആ സച്ചി ഉണ്ടല്ലോ നിന്റെ അളിയൻ വന്നിട്ട് ആന്റണി ചേട്ടൻ നന്നായിട്ട് ഉപദ്രവിച്ച് ശരത്തേന്ന് പറയണം. ആന്റണി പറഞ്ഞു, അത്രയ്ക്കൊന്നും ഇല്ലാന്ന് പറയണം. ആ സമയം ശരത്ത് ചോദിച്ചു, എന്റെ ചേച്ചി ഇവിടെ വന്നായിരുന്നു എന്ന് ചോദിച്ചു. വന്നടാ ശരത്തെ, വരിക മാത്രല്ല എന്നെ പിന്നെ നിന്നെ പിന്നെ ഈ നിൽക്കുന്നവന്മാരെല്ലാം കുറെ ചീത്തയൊക്കെ പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ശരത്ത് ചോദിച്ചു, അതിന് അങ്ങനെ പറഞ്ഞാല് എന്റെ ചേച്ചിയെ നിങ്ങൾ ഉപദ്രവിച്ചല്ലേന്ന് ചോദിക്കുകയാണ്. ഉപദ്രവിക്കാനോ? ഞാൻ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, വെറുതെ കള്ളത്തരം പറയണ്ട. എന്റെ ചേച്ചി ഹോസ്പിറ്റലിലാണ്. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ ചേച്ചിയുടെ കയ്യില്
എപ്പം നിങ്ങൾ അല്ല എൻ്റെ ചേച്ചിയുടെ ദേഹത്ത് എപ്പം നിങ്ങൾ കൈവച്ചോ അപ്പം മുതൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചു. ഇനി നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടായിരിക്കില്ലെന്ന് പറയണം. ഇന്നലെ വരെ നിങ്ങളെ ഞാൻ വിശ്വസിച്ച് കൂടെ വന്നു. പക്ഷേ എങ്കിൽ നിങ്ങൾ എനിക്കിട്ട് നല്ല പണി തന്നെയാ തന്നെയെന്ന് പറഞ്ഞു. ആന്റണി പറഞ്ഞു, എടാ ആ സച്ചി വന്ന് എന്നെ ഉപദ്രവിച്ച എമ്മാതിരിയാന്നറിയോ? വെറുതെ ഒന്നും അല്ലല്ലോ സച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. ചേച്ചിയുടെ ദേഹത്ത് കൈവച്ചോണ്ടല്ലേ, അപ്പൊ കിട്ടുന്നതൊക്കെ മേടിച്ചു കൊടുത്താളാൻ പറയണ. സച്ചിയേണ്ട നന്നായിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് കേട്ടപ്പോ ആന്റണി പറഞ്ഞു, ഞാൻ നിന്നെ ഓർത്തിട്ടാ, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാരെന്ന് പറയണ. എന്താണെങ്കിലും അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. നമ്മൾ നമ്മളുടെ ബന്ധം ഇവിടെ കൊണ്ട് അവസാനിച്ചു. ഇത്രയും കാലം ഞാൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല ആന്റണി ചേട്ടനോടൊപ്പം നിന്നെ. പക്ഷെ ഇനി അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ശരത്ത് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അത് ആന്റണിക്ക് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം സച്ചിയും രേവതിയും കൂടെ ഡോക്ടറെ കാണാനായിട്ട് അങ്ങനെ നിൽക്കണം. അപ്പോഴേക്കും ഡോക്ടർ അവരെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, സ്കാനൊക്കെ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞു. അതിനകത്ത് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ തലയിടിച്ച് വീണോണ്ടാണ് ഞാൻ സ്കാൻ എടുപ്പിച്ചത്. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയത്തില്ലോ. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അല്ല ഡോക്ടർ, അപ്പോൾ ഇനി പോകാമെന്ന് ചോദിച്ചു. ഇനി പോകാം, നന്നായിട്ട് ആഹാരമൊക്കെ മേടിച്ചു കൊടുത്താൽ മതി. കുറച്ച് ബ്ലഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. വേദനയ്ക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തരാം. വല്ല പനിയും ഉണ്ടാവുകയാണെങ്കിൽ അത് കഴിക്കാനുള്ള മെഡിസിനൊക്കെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു. പിന്നീട് അവർ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയം സച്ചി പറഞ്ഞു, ഞാൻ നിനക്ക് കുടിക്കാനൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു, വേണ്ട സച്ചേട്ടാ. വേണ്ടാന്നോ? നീ എന്ത് വർത്താനേ പറയണേന്ന് ചോദിച്ചു. എനിക്ക് വേണ്ട സച്ചേട്ടാ, വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് ബ്ലഡൊക്കെ പോയതല്ലേ, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം എന്നും പറഞ്ഞ സച്ചി രേവതി അവിടെ ഇരുത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്താണ് ലക്ഷ്മി അമ്മയും ദേവു ശരത്തും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് രേവതിയെ കണ്ടു. ലക്ഷ്മി അമ്മ ഓടി വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ, നിനക്ക് ഇപ്പൊ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. എനിക്കൊരു കുഴപ്പമില്ലമ്മേ, ഡോക്ടർ പറഞ്ഞു പ്രശ്നമൊന്നും ഇല്ലെന്ന്, സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഓക്കെയാന്ന് പറയണ. എന്നാലും എന്റെ മോളെ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശരത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടോടാ, നീ കാണ്, എന്റെ മോളുടെ മുഖത്തേക്ക് നീ ഒന്ന് നോക്ക്. നിനക്ക് എനിക്കിപ്പോ കിട്ടിയതൊന്നും പോരായിരിക്കില്ലേ, ഇനിയിപ്പം എന്നെയും കൂടെ നിനക്ക് കൊല്ലാക്കൊല്ല ചെയ്താലും സമാധാനം ആവത്തുള്ളല്ലേ. ഒരു കാര്യം ചെയ്യാം, നീ എന്നെ ആദ്യം അങ്ങോട്ട് കൊല്ലാനൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്തിനെ വീണ്ടും പോയി അടിക്കുകയാണ്. അപ്പോഴേക്കും ദേവ് പറഞ്ഞു, ശിവനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ. രേവതി പറഞ്ഞു, എന്തിനാ ശരത്തിനെ ഇനി അടിക്കണേ, അടിച്ചിട്ടൊന്നും കാര്യമില്ല, സംഭവിക്കാനുള്ള സംഭവിച്ചു പോയില്ലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ലേ ചേച്ചി, ഇവൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോഴേക്കാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ അവര് തമ്മിലുള്ള സംസാരം കേട്ടിട്ടുണ്ട്. സച്ചി അവിടെ നിൽക്കുക, അവരുടെ അടുത്തേക്ക് വന്നില്ല. അപ്പോഴേക്കും ശരത്ത് രേവതിയുടെ അടുത്തേക്ക് നിന്നു. എന്നിട്ട് ആ കയ്യെ പിടിച്ചിട്ട് ചോദിച്ചു, ചേച്ചിക്ക് വേദന ഉണ്ടോന്ന് ചോദിച്ചു. വേദന ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ പ്രശ്നമില്ലടാ. എന്നാലും ചേച്ചി എന്തിനാ ചേച്ചി ആന്റണിയുടെ അടുത്തേക്ക് പോയത്, അതിന്റെ ആവശ്യം എന്തായിരുന്നു ചോദിച്ചു. എടാ, നീ നല്ല എണ്ണം തന്നെ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ലൊരു പയ്യനായിട്ട് അമ്മയ്ക്കും ദേവുവിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരുത്തനായിട്ട് വളർന്നെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച്. അച്ഛന്റെ ആഗ്രഹം എന്തായിരുന്നു അറിയായിരുന്നല്ലോ. പക്ഷേങ്കിൽ നീ ആ ആന്റണിയോടൊപ്പം ചേർന്ന് മദ്യപിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് സഹിച്ചില്ലടാ. ഒന്നുമല്ലേ, നിന്നെ ഇത്രയും കാലം ഞാൻ നോക്കി വളർത്തിക്കൊണ്ട് വന്നാലേ, കല്യാണത്തിന് മുമ്പ് അങ്ങനെയായിരുന്നല്ലോ. അപ്പൊ നീ വഴിവിട്ട ബന്ധം നിനക്കുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? നിന്നെ എങ്ങനെയും നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് ഓർത്തിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. പക്ഷെ ആന്റണി ഉണ്ടല്ലോ, അവൻ ദുഷ്ടനാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ ശരത്ത് പറഞ്ഞു, സാരമില്ല ചേച്ചി, പോട്ടെ, എനിക്കറിയാം. ഞാൻ അവന്റെ അടുത്ത് നിന്നിട്ട് അവനോട് നാളെണ്ണം പറഞ്ഞിട്ടാ ഞാൻ വരുന്നേ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല ചേച്ചി, എനിക്ക് വേണ്ടി ഈ ഒരു തവണത്തേക്കോട് ചേച്ചി ക്ഷമിക്കുക. ഞാൻ ഇനി അങ്ങനെയൊന്നും പോകത്തില്ല. സത്യ ചേച്ചി പറയണേ. എനിക്കിനിയിപ്പോ ആന്റണിയോടൊപ്പം ഒരു കൂട്ടം വേണ്ട. എനിക്ക് പ്രധാനം എന്റെ ചേച്ചിയാണ്. എന്റെ ചേച്ചി പറയുന്ന അനുസരിച്ച് ഞാൻ നിന്നോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു, നിനക്കറിയാലോ നമ്മുടെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന്. അതുപോലെ തന്നെ എന്റെ ആഗ്രഹമാടാ. നീ നല്ലൊരു ജോലി സമ്പാദിച്ച് അമ്മയും ദേവുനെയൊക്കെ നോക്കണം. അതിന് ഈ ആന്റണിയോടൊപ്പം ഇങ്ങനെ നടന്നുകൊണ്ടായില്ല. അയാളുടെ ഒപ്പം നടന്ന കള്ളത്തരങ്ങളൊക്കെ പഠിക്കത്തുള്ളൂ. ഒരിക്കലും നിനക്ക് നല്ലൊരു ഗതി ഉണ്ടാകാൻ പോകുന്നില്ല. ആ സമയം ശരത്ത് പറഞ്ഞു, ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി ചേച്ചി പറയുന്ന അനുസരിച്ച് ചേച്ചി നല്ല കുഞ്ഞനുജനായിട്ട് ഞാൻ നിന്നോളാം. ഇനി ഞാനൊരു പ്രശ്നത്തിനും പോകത്തില്ല, അവന്മാരോടൊപ്പം പോകത്തില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വന്ന് സച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, ഇതേ സച്ചേട്ടാ, എന്റെ തലയ്ക്ക് അടിപ്പെട്ടതുകൊണ്ട് കണ്ടോ, ഇനിയിപ്പം അവന്റെ കൂടെ ആ ആന്റണിയുടെ ഒപ്പം പോയി ഒരു കൂട്ടും കൂടത്തില്ലെന്നാ ശരത്ത് പറഞ്ഞിരിക്കുന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു, ആഹാ കൊള്ളാം, അതിന് നിനക്ക് തലയ്ക്ക് അടി ഏൽക്കേണ്ട വന്നല്ലേ എന്ന് ചോദിക്കുവാണ്. നീ താഴെ വീണോണ്ടല്ലേ. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നറിയായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ ആന്റണിയെ കാണാൻ പോയനെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ആഹാ നല്ല കാര്യമായിപ്പോയി സച്ചേട്ടാ, ഇനി എന്താണെങ്കിലും അവനോടൊപ്പം പോയി ശരത്ത് കൂട്ടുകൂടത്തില്ലാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും സച്ചി കയ്യിലിരിക്കുന്ന ജ്യൂസും കാര്യങ്ങളൊക്കെ രേവതിക്ക് കൊടുത്തു. പിന്നീട് ലക്ഷ്മമ്മയ്ക്കും കൊടുക്കണം. അമ്മയും കുടിക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ട മോനെ. പിന്നെ രേവതിക്ക് വയ്യാന്ന് പറഞ്ഞ് ആകപ്പാടെ പ്രഷറും കൂടി ഓടി വന്നായിരിക്കും ഇങ്ങോട്ടേക്ക്. അമ്മ ഇത് കുടിക്കുക, ഒന്ന് സമാധാനമായിട്ടിരിക്കുക. പിന്നെ
ഇവൾക്ക് ഗുളിക മേടിക്കാനുണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി, ഞാനത് പോയി മേടിച്ചോണ്ടിരാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് സച്ചി അവനെ ഒന്ന് നോക്കുവാണ്. ശരത്തിന് നല്ല വിഷമം ഉണ്ടായിരുന്നു രേവതിക്ക് അങ്ങനെ സംഭവിച്ചാല്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ സച്ചി രേവതിയും കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുമ്പോഴത്തേന് രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്താടാ, ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ, ഞാൻ ആന്റണിയുടെ അടുത്ത്. ആന്റണിയുടെ അടുത്തോ? അപ്പോഴേക്ക് സച്ചി ഇടയ്ക്ക് കയറി പറഞ്ഞു, അതല്ല, ആ, ഇവളെ പൂ കൊടുത്തിട്ട് തിരിച്ച് റോഡിലേക്ക് അങ്ങനെ കയറി വരുവാണ്. റോഡിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരു ബൈക്ക് ഇടിക്കാനായിട്ട് വന്നു. പെട്ടെന്ന് ഇവള് സൈഡിലേക്ക് ഒന്ന് മാറിയതാ. ആ സമയത്ത് കാല് തെറ്റി വീണു. അങ്ങനെ സംഭവിച്ചാന്ന് പറയണം. അത് കേട്ടിപ്പോ രവീന്ദ്രൻ ചോദിച്ചു, ഒന്ന് തെന്നി വീണെന്ന് ഇത്രയും വലിയ കെട്ടോ നെറ്റിക്ക്? അത് പിന്നെ അച്ഛാ, വലിയ കെട്ട് കെട്ടിയെന്നുള്ളൂ, മുറിവ് ചെറുതാന്ന് രേവതി പറഞ്ഞു. ഓ, എന്നാലും മോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, അതെങ്ങനെയാ, നിന്റെ മുഖത്ത് കണ്ണില്ലേ, നിനക്ക് മുഖത്ത് നോക്കി നടന്നാ പോരെ, നിനക്ക് നിലത്ത് നോക്കി നടന്നാ പോരേന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പം സച്ചി പറഞ്ഞു, പിന്നെ മുഖത്തല്ലാതെ വേറെ എവിടെയാ അമ്മേ കണ്ണ്, നിലത്ത് നോക്കി തന്നെ നടന്നേ, പക്ഷേ ആ ബൈക്കുകാരൻ റോങ് വന്നുകൊണ്ട് സംഭവിച്ചാന്ന് പറഞ്ഞു. എടി, നീ ഇങ്ങനെ കെട്ടുണ്ടാക്കി വെച്ചോണ്ടിരിക്കും, ഇവിടെ ആഹാരമൊക്കെ ഉണ്ടാക്കുന്ന ആരാന്ന് ചോദിക്കുകയാണ്. ഇനിയിപ്പൊ നിനക്ക് 1-2 ദിവസത്തിനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. രേവതി പറഞ്ഞു, എനിക്ക് കുളി കഴിച്ചപ്പോ ഇച്ചിരി വേദന കുറവുണ്ട്, ഞാൻ ഉണ്ടായിക്കോളാന്ന് പറയണം. അത് കേട്ട് ഇവ സച്ചി ചോദിച്ചു, നിനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ രേവതി, നീ ഒന്നും ചെയ്യണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, തൽക്കാലത്തേക്ക് ഞാൻ അടുക്കളയിൽ കയറിക്കോളാം, ഞാൻ ഉണ്ടായിക്കോളാം എന്ന് പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ട് പോയി. അപ്പോഴേക്ക് സച്ചി ചോദിച്ചു, ഇതെന്താ അച്ഛാ ഈ സംഭവിച്ചിരിക്കുന്നേ, അമ്മ ഉണ്ടാക്കാന്നോ, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണേ. രവീന്ദ്രൻ പറഞ്ഞു, അതെ, എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സച്ചി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ എന്തേലുമൊക്കെ വിളിച്ചു പറയേണ്ടതായിരുന്നല്ലോ. പെട്ടെന്ന് തന്നെ പോയതെന്താ, ചിലപ്പോ ഇനി നല്ല ബുദ്ധി തോന്നി കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന